ഞാൻ 2 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഒന്നും അങ്ങനെ നോക്കുന്നുണ്ടായില്ല. പെട്ടെന്ന് എന്തോ ഭയങ്കര മെസ്സേജ്, അതും ലോങ് മെസ്സേജസ് ആണ് വരുന്നത്. എന്താണ് എന്തോ റോങ് ആയിട്ടുണ്ടായെന്ന് അപ്പോൾ എനിക്ക് ഹാപ്പി തോന്നി. പക്ഷെ അതിൽ കോപ്പി, റിമൂവ് യുവർ റീൽസ് ആൻഡ് സ്റ്റോറീസ് എന്നൊക്കെ ആളിങ്ങനെ പറയുന്നതായിരുന്നു. അത് ഞാൻ എവിടെ കോപ്പി അടിച്ചു, എല്ലാവരും എന്റേതാണല്ലോ കോപ്പി എടുക്കാറെന്ന് ഞാൻ അപ്പോഴേ ചിന്തിച്ചു. പക്ഷേ പിന്നീടാണ് ഞാൻ സത്യം മനസ്സിലാക്കി. റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാറുണ്ട്, പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെ കുറേ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതേപോലത്തെ ഒരു ഫാമിലി മാറ്റർ തന്നെയാണ്. ഈ ഒരു നിക്കാഹ്നാമ ചെയ്യുന്ന കുട്ടിനെ അവര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് 3 ദിവസം ഈ കുട്ടിനെ ബുദ്ധിമുട്ടിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വർക്ക്. ചെറിയ പേഴ്സണൽ ഇഷ്യൂ വന്നുകൊണ്ട് തന്നെ ആൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല വർക്ക്. ഇയാളെ വർക്ക് തന്നെയാണ് എനിക്ക് വിട്ടുന്നിട്ട് ഇതുപോലെ ചെയ്യോ ചോദിച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ലല്ലോ ഇത് അയാളെ വർക്കാണെന്നോ അയാൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത വർക്കാണെന്നോ ഒന്നും അറിയില്ല. അവരുടെ വെഡിങ്ങിന് പോയപ്പോഴാണ് ഇയാൾ ചെയ്ത സെയിം വർക്ക്. പക്ഷെ സെയിം അല്ല, നമ്മളെ ഫ്രെയിമും അതിലുള്ള ബീഡ്സ് വർക്കും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആള് കസ്റ്റമൈസ് ചെയ്തെടുത്ത പാറ്റേൺ ആയിരുന്നു. നമ്മൾ ChatGPT ആണ് മേക്ക് ചെയ്തതെങ്കിൽ ആളത് പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ കുറെ പ്രൊഡക്ട്സ് പലവരും കോപ്പി എടുക്കുന്നുണ്ട്. എനിക്ക് ആ ഹേർട്ട് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ സ്റ്റോറീസും പോസ്റ്റും റീൽസും ഒക്കെ ഡിലീറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രേ പറയാനുള്ളൂ. ഞാൻ ആളോട് കുറെ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ റീൽസ് അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ ഇടാം, നിങ്ങളെ പേജ് മെൻഷൻ ചെയ്യാം, അടിയിൽ ഇൻസ്പയർഡ് ബൈ എന്നൊക്കെ ആള് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അപ്പൊ തന്നെ അത് റിമൂവും ചെയ്തു. കോപ്പി ഒക്കെ അടിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു പേജ് മെൻഷൻ ചെയ്യും. ചീച്ച കോപ്പി എന്ന് പറഞ്ഞ പോലെ അച്ചടിച്ച് വെക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു കഴിവും കൂടി ആ പ്രൊഡക്റ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒന്നും കൂടി ക്രിയേറ്റീവ് ആവാനും അത് കാരണം. അത് സെയിം പ്രൊഡക്റ്റ് കോപ്പി അടിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ ചീപ്പ് പരിപാടി. അവരുടെ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത വർക്ക്, കാരണം അത്രയും എഫേർട്ട് എടുത്ത വർക്കും കൂടി അത് നമ്മൾ ഉറപ്പായാലും ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഉറപ്പായാലും അവരെ കൺസെന്റ് ഇല്ലാതെ ചെയ്യാന്നുള്ളത് മോശമാണ്. ഞാനും അത്രയും അതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എല്ലാവരും നമ്മൾ റെസ്പെക്ട് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ.